ഹായ്, ആശയാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് ചാലക്കുടിക്കടുത്ത് കൊടകര എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ കനകമല എന്ന് പറയുന്ന ഒരു കുരിശുമുടിയുണ്ട്. അതിൻ്റെ മുകളിലേക്കാണ് ഇന്നത്തെ ഞങ്ങളുടെ യാത്ര. കുറേ കാലങ്ങളായിട്ട് വലിയ വലിയ പ്ലാനിംഗ് ഒക്കെ ഉണ്ടായിട്ട് പോലും മാറിപ്പോയൊരു യാത്രയാണ് ഇന്ന് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ട് സഡനായിട്ട് സംഭവിച്ചത്. അല്ലെങ്കിലും ചില കാര്യങ്ങളൊക്കെ അങ്ങനെയാണല്ലേ. ഞങ്ങൾ രാവിലെ തൃശ്ശൂരിൽ നിന്ന് കൊടകരയിലെത്തി വണ്ടിയൊക്കെ ഒന്ന് ചാർജ് ചെയ്ത് കനകമലയിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് എനിക്കൊരു തോന്നൽ. നട്ടുച്ച നേരമാണ്, നല്ല വെയിലാണ്, ഡീഹൈഡ്രേറ്റ് ആവും, വിശപ്പുണ്ട്, ദാഹമുണ്ട്, പരവേശമുണ്ട്. ഈ അവസ്ഥയിൽ ഒരു മല കയറുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പോരാത്തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലൊരു ചെറിയ പീസും ഉണ്ട്. അപ്പോൾ എന്തായാലും ക്ഷീണിക്കും. എന്നാൽ പിന്നെ ഒരു തണ്ണിമത്തരം മേടിച്ച് കയ്യിൽ പിടിച്ചിട്ട് അങ്ങ് മല കയറാൻ നോക്കിയാലോ എന്നൊരു ആലോചന. അതൊരു നൈസ് പ്ലാൻ ആയിരുന്നു. പക്ഷേ കനകമലയിലേക്കുള്ള വഴികളിൽ ഒന്നും തന്നെ കടകളൊന്നും ഓപ്പൺ ആയിരുന്നില്ല. സൺഡേ ആണ്, നോമ്പ് സമയമാണ്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അങ്ങനെ അവിടെ നിന്ന് അത് കിട്ടില്ല എന്ന് ഉറപ്പായപ്പോൾ ഞങ്ങൾ റിട്ടേൺ കൊടകര ടൗണിലേക്ക് തന്നെ വന്നേക്കാണ്. അവിടെയും അവസ്ഥ അത് തന്നെയായിരുന്നു. വിചാരിച്ച പോലെ തണ്ണിമത്തം കിട്ടിയില്ല. കിട്ടിയത് കിരണാണ്. കിട്ടിയത് മേടിച്ച് പോക്കറ്റിൽ വെച്ചിട്ട് നേരെ കനകമലയിലേക്ക്. മാക്സിമം എല്ലാ വർഷവും മലയാറ്റൂർ മല കയറാനായിട്ട് ഞാൻ പോവാറുണ്ട്. കനകമലയിലേക്കുള്ള എൻ്റെ യാത്രകളൊക്കെ ഇതുവരെ തടസ്സങ്ങൾ മാത്രമാണ് ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതെന്താ അങ്ങനെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ചിലപ്പോൾ ഇപ്പോഴായിരിക്കും നേരെ ഒത്തിട്ടുണ്ടാവുക. ഇന്ന് എൻ്റെ കൂട്ടത്തിലുള്ളത് 10 സ്റ്റെപ്പ് പോലും അടുപ്പിച്ച് നടക്കത്തില്ലാത്ത ഒരു മകളും മകളെ 10 സ്റ്റെപ്പിൽ കൂടുതൽ നടത്തത്തില്ലാത്ത ഒരപ്പനുമാണ്. എന്താകുമോ എന്തോ. കൊടകരയിൽ നിന്നും ചാലക്കുടിയിൽ നിന്നൊക്കെ ഒരുപാട് വഴികളിലൂടെ നമുക്ക് ഈ ഒരു കനകമലയുടെ ചുവട്ടിലേക്ക് എത്താനായിട്ട് സാധിക്കും. നമ്മൾ തിരിഞ്ഞിട്ടുള്ളത് കൊടകരയിൽ നിന്നാണ്. ദൂരെ കാണുന്നതായിരിക്കാം കനകമല എന്നുള്ളൊരു മുൻധാരണയോട് കൂടിയിട്ടാണ് ഞങ്ങൾ യാത്ര ചെയ്തിരുന്നത്. എന്തായാലും വിചാരിച്ചതുപോലെ തന്നെ അത് കനകമലയുടെ ഒരു സൈഡ് തന്നെയാണ്. ഇപ്പൊ നമ്മൾ ചെല്ലുന്നത് അടിവാരത്തുള്ള പള്ളിയുടെ മുന്നിലേക്കാണ്. ഇത് സെന്റ് തോമസ് കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമാണ്. ഒരു നല്ലൊരു ആംബിയൻസിൽ, നല്ലൊരു ഏരിയയിൽ ഒരു കിഡിലൻ പള്ളി. എനിക്ക് ഇങ്ങനത്തെ ക്രിസ്ത്യൻ പള്ളികളൊക്കെ കാണുമ്പോൾ നാട് ഒരുപാട് മിസ് ചെയ്യാറുണ്ട്. ആ പള്ളിയുടെ ലെഫ്റ്റ് സൈഡിലൂടെ ഉള്ള എൻട്രൻസിലൂടെയാണ് നമുക്ക് കുരിശുമുടിയിലേക്കുള്ള ആ ഒരു വഴി വരുന്നത്. നേരെ നമ്മൾ ചെല്ലുന്നത് പള്ളിയുടെ പിൻവശത്തേക്കാണ്. അവിടെ ഒരു വലിയ ഏരിയയിൽ പാർക്കിംഗ് ഉണ്ട്. നോക്കാം. നേരെ ചെന്നത് പള്ളിയുടെ പിൻവശത്തേക്കാണ്. അവിടെ ഒരു വലിയ പാർക്കിംഗ് ഏരിയ ഉണ്ട്. ഈ സമയത്ത് 1-2 വണ്ടികൾ മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ മലയിൽ അധികം ആളുകളൊന്നും ഉണ്ടാവില്ല. നല്ല പഴുത്ത മാങ്ങ. പാർക്കിംഗ് ഓവർ. വെള്ളം, കത്തി. അപ്പോൾ ഒട്ടും നേരം കളയണ്ട, നേരെ നമുക്ക് മലകയറ്റം തുടങ്ങാം. ഇതാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് വരുന്നത്. ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊക്കെ നമ്മൾ വായിച്ച് ശ്രദ്ധിച്ചിട്ട് വേണം മലകയറ്റം തുടങ്ങാനായിട്ട്. തീപ്പെട്ടി, ലൈറ്റർ, ലഹരി വസ്തുക്കൾ കുരിശുമുടിയിലേക്ക് കൊണ്ടുവരുന്നു. ഇത് വേണോ? നടക്കാനൊക്കെ പറ്റും, നല്ല വഴിയാ. ലൈറ്റ് സൗകര്യം രാത്രി 10 മണി വരെ മാത്രം. മെഴുകുതിരികൾ കത്തിക്കരുത്. എൻ്റെ അമ്മേ. ആദ്യം ചോദിച്ചപ്പം ഊന്നുവടിയൊന്നും വേണ്ട എന്ന് പറഞ്ഞ് ഗത്തായിട്ട് വന്ന ആള് ഇപ്പൊ എന്താ ചെയ്യണമെന്ന് കാണണോ? നോക്ക്. 80s കിഡ്സിന്റെ ഒക്കെ ഒരു അവസ്ഥ നോക്കണേ. അപ്പൂപ്പനും അമ്മൂമ്മയും കൂടെ അങ്ങ് നടാ. പോടേ, നടക്ക് നടക്ക്. വെൽക്കം ടു പേളി മണി ഷോ. അല്ല, ചില വിഷയങ്ങളെ കുറിച്ച് തനിക്ക് നല്ല അറിവുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അത് ചോദിക്കുമ്പോൾ മാത്രമേ വിളമ്പാവൂന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. മലയാറ്റൂരിനേക്കാളും കുറച്ചും കൂടി ഈസിയാണ് ഇവിടെ എന്നെനിക്ക് തോന്നി. നമ്മൾ മല കയറാൻ തിരഞ്ഞെടുത്ത സമയം എന്തായാലും അടിപൊളി, കൊള്ളാം. 1 മണി. പിന്നെ ഇതിനകത്ത് മരങ്ങളായതുകൊണ്ട് വെയിലൊന്നുമില്ല, അതുകൊണ്ട് കുഴപ്പമില്ല. അമ്മേ, ഓ 80s വസന്തം. തണ്ണിമത്തൻ കയ്യിലുള്ളതാണ് ഏക ആശ്വാസം. എന്താ നോക്കുന്നത്?
കമ്പനിക്ക് ആളെ കേൾക്കുതാ. ഒരു 4-5 ചുമട്ടുതൊഴിലാളികളെ കൂട്ടിക്കൊണ്ട് വരായിരുന്നല്ലേ. വേസ്റ്റ് ഇടാനുള്ള സ്ഥലം ഇവിടെയും ഇടാം. ഹേയ്, ഇത് 2ാം സ്ഥാനമാണല്ലോ. ഒന്നെവിടെയാ? ഓ, ഫസ്റ്റ് തന്നെയാണോ 1ാം സ്ഥാനം? അത് വരിച്ചതൊന്നുമല്ല, അത് കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന. ഈശോമിശിഹ കുരിശ് ചുമക്കുന്നു. ഈശോമിശിഹ ഒരു കുരിശല്ലേ ചുമന്നുള്ളൂ. യാ ഗൈസ്. പക്ഷെ കാട്ടിൽ നിന്ന് അങ്ങനെ നടക്കുന്ന സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ ഉള്ള ധൈര്യം ചോർന്നു പോകും. വേർത്തൊഴുകി ഗൈസ്. അയ്യപ്പാ, എൻ്റെ അമ്മ ടൂള് കാണിച്ചേ. ഓ മൈ ഗാഡ്. ഒരു തണ്ണിമത്തം അതാ ഞാൻ പറഞ്ഞേ, 4 ചുമട്ടുതൊഴിലാളികളെ കൂടെ കൊണ്ടുവരായിരുന്നു എന്ന്. തണ്ണിമത്തം പിടിക്കാനൊരാൾ, മുറിക്കാനൊരാൾ. തലയും കൊണ്ട് താഴത്തേക്ക് വീണ്ട കേട്ടോ. ആ, ഹാൻഡിലിട്ട് കയറി ആൾക്കാർ വരുന്നുണ്ടല്ലേ. നമുക്ക് മുറിച്ച് அப்படியே பேக் பண்ணிக்கலாம். അയ്യോ, അയ്യേ, എന്നാടാ ഇത്? പച്ചയാണോ? വാവ്, സൂപ്പർ. യാ, திரும்பி வர்றது கொஞ்சம் கஷ்டம் நினைக்கிறேன். എന്തായാലും ഞങ്ങൾ രണ്ടുപേരും വിചാരിച്ചതുപോലെ ആയിരുന്നില്ല. മോള് കനകമല മുഴുവനായിട്ട് നടന്നു കയറി, അതുപോലെ തന്നെ നടന്ന് റിട്ടേൺ ഇറങ്ങുകയും ചെയ്തു. ഇതിന്റെ പിന്നിൽ ഇൻസ്പിറേഷൻ ആയിട്ടുള്ള മറ്റൊരു റീസൺ ഉണ്ട്. അതെന്താന്നുള്ളത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ പറയാം കേട്ടോ. സൈഡിൽ കൂടെ പോയാൽ മതി കേട്ടോ. വീട്ടിൽ ചെല്ലുമ്പോൾ സമാധാനം പറയാൻ എനിക്ക് പറ്റത്തില്ല. ദേ വരുന്നു. എന്താ അവിടെ പരവതാനി വിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്? ഇഷ്ടപ്പെട്ടില്ലേ സ്ഥലം? അയ്യോ, നമ്മൾ താഴെ കണ്ട പള്ളി ഇത്ര ഹൈറ്റിൽ കയറി വന്നു. പക്ഷെ 2 സ്ഥാനമേ ആയിട്ടുള്ളൂ. ഇനിയുണ്ട് 12 എണ്ണം. യാ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഒരു കഷ്ണം തണ്ണിമത്തൻ കിരൺ കഴിച്ചിട്ട് പോവാം. ഓ അയ്യോ അമ്മ, ഒരു സമഭുജ ത്രികോണമായിട്ട് മുറിക്കൂ. ഓ, നിന്റെ അച്ഛൻ മാത്രമേ വേർത്തൊഴുകുന്നുള്ളൂ അല്ലേ? ഓ, എപ്പോഴും ഗൈസിനെ വിളിക്കണ്ട. അമ്മ, വെല്ലിയങ്കിരി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് ഹരിഹർ ഫോർട്ട് പോകാം. ഇനി അങ്ങനെയൊന്നുമില്ല, അങ്ങനെ വിചാരിക്കരുത്. ഞാൻ ഇവളും കൂടെ കൂടിയിട്ട് ആ ചക്കൻ്റെ വീഡിയോസ് കണ്ടതിൻ്റെയാണ് അവളിപ്പോൾ ഇത്രയും ദൂരം നടന്നത്. ഞാൻ കഴിച്ചിട്ടില്ല. ആടി, അടുത്ത തണ്ണിമത്തം മുറിച്ചു. ഇതിനപ്പുറത്തേക്ക് കടന്ന് കാടിനുള്ളിലേക്ക് പ്രവേശിച്ചാൽ ഫോറസ്റ്റ് ആക്ട് പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്യാനുള്ള കുറ്റമാണ്. ആയതിനാൽ ദയവായി നിയമലംഘനം നടത്തരുത്. ശരി, എന്നാ എല്ലാം പറഞ്ഞല്ലോ കേട്ടോ. യെസ്, ഐമാക്സ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു തമിഴ് ചാനലുണ്ട്. പുള്ളിക്കാരൻ വലിയ വലിയ ഹിൽസൊക്കെ ഇങ്ങനെ ട്രക്ക് ചെയ്ത് കയറുന്ന ഒരു അടിപൊളി വ്ളോഗറാണ്. മതി ഗ്യാസിനെ വിളിച്ചത്. പുള്ളിയുടെ വീഡിയോ ഇൻസ്പിറേഷനാണ് ഈ ഒരു അടി പോലും നടക്കാത്ത ഇയാളുടെ ഈ ഫുൾ റൗണ്ട് നടത്താം. ഞങ്ങൾ രണ്ടാളോട് ഒന്നിച്ചിരുന്നിട്ട് ഇഷ്ടം പോലെ ഐമാക്സ് മീഡിയയുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതിൻ്റെ റിസൾട്ടാണ് ഈ കാണുന്നത്. മാങ്ങാപ്പഴം. എൻ്റെ അമ്മോ, എത്ര വർഷം പുറകോട്ട് പോയി മാങ്ങയുടെ ടേസ്റ്റ്. അങ്ങനെയുണ്ട്.
അടിപൊളിയാ. ഗൈസ് വഴി കഠിനമാണ് ഗൈസ്. ഹായ് ഗൈസ്, ഇപ്പൊ നമ്മൾ എത്തി. എവിടെ എത്തി? എവിടെ എത്തിയിട്ടില്ല. എവിടെ എത്തിയിട്ടില്ല, എവിടെയോ എത്തി. അപ്പൊ നമ്മള് അങ്ങോട്ട് നേരെ അങ്ങോട്ട് പോവാം. നല്ല മരങ്ങളൊക്കെ ഉണ്ട്, വല്ല കായ വീണു തിന്നായിരുന്നു കേട്ടോ. അപ്പൊ നമ്മള് അവിടെ വേറെ എത്തിയിട്ട് നമ്മള് സ്വാമി കാണും. അപ്പൊ അവിടെ എന്തോ ഉണ്ടാവും. 6ാം സ്ഥാനം. വെറോണിക്ക മിശികയുടെ തിരുമുഖം തുടയ്ക്കുന്നു. കുരുക്കഴിക്കുന്ന മാതാവിനോടുള്ള പ്രാർത്ഥന. ഓക്കെ, இன்னும் ரொம்ப தூரம் இருக்கு. പാതി ദൂരം കടന്നു വന്നിട്ടോ. ഇത് മേളിലേക്ക് എത്തുമോ? ചുമക്കാൻ വയ്യല്ലേ? താങ്ക് യു. അമ്പോ, ഈശോ മിശിഹ 2ാം പ്രാവശ്യം വീഴുന്നു. നോക്കട്ടെ. ഓ, അതത്ര പിഞ്ചല്ല, പക്ഷെ മുറിച്ച് നോക്ക്, അടിപൊളിയായിരിക്കും. മുറിച്ച് നോക്കാം. ക്യാമറ കൊടുക്ക്. അത്ര പിഞ്ചല്ല, പക്ഷേ പൊള്ളും. അത്ര പിഞ്ചല്ലേ? മൈ ഗോഡ്. എവിടുന്ന്? അറിയില്ല. ചാർജ് തന്നിരിക്കടാ. ഈശോ മിശിഹ എന്താണ്? ഓർഷം നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഓർഷളം. 2 ഷായല്ലോ, അത് ഷ്ലായല്ലേ? ഓർഷളം നഗരത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. മഴക്കാറുണ്ടല്ലേ, പണി കിട്ടുമോ? വെള്ളങ്കിരി പോവാത്തതിന് എന്താ കാരണം? ഇപ്പൊ അതിലെ കൂടെ ഇത് നമുക്ക് കല്ലെങ്കിലും നടന്നു കയറാം. മറ്റേതോ അത് ആൾക്കാർ നടന്ന് സ്ലിപ്പായി, ആകെ പൊടിയായി, ആൾക്കാർ തെന്നി കുത്തി വീഴുന്നു. ഇതിപ്പോ നമുക്ക് ഒരിടത്തൂടെ അല്ലെങ്കിൽ ഇപ്പുറത്തൂടെ നടന്നു പോവാം. അല്ലെങ്കിൽ ഞാൻ പോയേനെ വെള്ളങ്കിരി. അവിടെ എന്തുവാ കിട്ടും? അവരിറങ്ങിയതാ. മഴയോ? പണി പളിയാ. മഴ പെയ്താ എവിടെ കേറിക്കും? കയറും മരം പോലെ. കറിക്കോ? ആ, പോട്ടെ. അങ്ങനെ തന്നെ. ആ, സൂപ്പർ. ആ, വെരി ഹെവി ട്രക്കിംഗ് മാൻ. ആ, യെസ്. നിസ്സാരമാണ് ഗൈസ്. എടുക്കാനുള്ള സംവിധാനമൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ 9ാം സ്ഥാനമെത്തി. ചെറിയൊരു മഴ തൂളി തുടങ്ങിയിട്ടുണ്ട്. അവിടെ നല്ല കാറ്റുണ്ട്, ആശ്വാസമുണ്ട്. ആ, 9ാം സ്ഥാനത്തേക്ക് എത്തി. അയ്യോ അമ്മേ. രക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. അതിനൊന്നും 12 എന്താ അവസ്ഥ? നല്ല അവസ്ഥ. നല്ല രീതിയിൽ മഴ തൂളി തുടങ്ങിയിട്ടുണ്ട്.
നല്ല കാർമേഘവും കയറിയിട്ടുണ്ട്. കുരിശിൽ തറയ്ക്കപ്പെടുന്നു. പൈപ്പിലുള്ളണ്ടോ? ഉണ്ടാവും. എന്തേ മഴ? അടിപൊളി മഴ. ഇനി 2 സ്ഥാനം അവിടെ വെച്ചോണ്ട്. അയ്യോ നോക്കാം. എൻ്റെ അമ്മ ഗംഭീര മഴ. 13ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. ഓൾമോസ്റ്റ്. പള്ളി കാണുന്നുണ്ട്. ലോ എവിടെ എത്തി? അവിടെ നിൽക്കട്ടാ. എൻ്റെ അമ്മ, എൻ്റെ അമ്മ പൊളി. അയ്യോ വലിയ കുഴിയാട്ടോ. പൊക്കയാ. അവിടേക്ക് അവിടേക്ക് അവിടേക്ക്. ഇവിടെ വാ പോരെ വാ. ഞങ്ങൾ ഇത്രയും നടന്നിട്ടുള്ളൂ. വാ. നമ്മൾ എത്ര ഹൈറ്റിലാ നോക്ക്. കിടില മഴ വെച്ചാൽ കിടില മഴ. ഒരു മനുഷ്യനില്ല ഇവിടെ. പക്ഷെ പറയാണ്ടിരിക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ട്? അതെയോ? ഒത്തിരി സൈഡിലേക്കൊന്നും പോകണ്ട കേട്ടോ. തീരെ നന്ദിട്ടില്ല. ഞാൻ കാണിച്ചു തരണം. നിങ്ങളെ ഞാൻ കാണിച്ചു തരാൻ ഞാൻ സഹായിക്കാം. ഇത്ര നല്ല കാഴ്ച ഇവിടെ നടക്കുന്നതാണ്. അവൻ വരുന്നുണ്ട് ഗൈസ്. വരണേ ഉള്ളല്ലോ. തങ്കു അവിടെ ഒരു കുരങ്ങൻ. ആ ഇതെവിടുന്നാ മേടിച്ചേ? എപ്പുറത്തുനിന്ന്? അവിടെ കടയുണ്ടോ? എത്ര രൂപയായി? അങ്ങനെ മഴയൊക്കെ തോർന്ന് മഞ്ഞൊക്കെ മാറിയതിന് ശേഷം ഞങ്ങൾ റിട്ടേൺ ഇറങ്ങാനായിട്ട് തീരുമാനിച്ചു. പോകുന്ന സമയത്ത് നമുക്കിതൊന്നും കാണാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. അത്രയ്ക്ക് നല്ല മഴയായിരുന്നു. ഓടി കയറുമായിരുന്നു ഈ ഭാഗങ്ങളിലൊക്കെ. അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ടുള്ള ഒരു കുരിശുമൂടി ദർശനം തന്നെയായിരുന്നു. എല്ലാ സംതൃപ്തിയോടും കൂടി തന്നെ നമ്മൾ തിരികെ മല ഇറങ്ങുക. വൈകിട്ട് 3:30-4 മണിയൊക്കെ ആകുമ്പോഴേക്കും ധാരാളം തീർത്ഥാടകർ മലയിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മഴ പെയ്തുകൊണ്ടിരുന്ന സമയത്ത് പോലും ഒരുപാട് ആളുകൾ മലയിലേക്ക് എത്തുന്നുണ്ടായിരുന്നു. പാതി വഴിയിലൊക്കെ ആയിപ്പോയ ആളുകൾ ഇപ്പോൾ മല കയറി തുടങ്ങിയിട്ടുണ്ട് വീണ്ടും. അങ്ങനെ എന്തായാലും ഞാൻ വീഡിയോയുടെ ആദ്യ ഭാഗത്ത് പറഞ്ഞിരുന്നു മലയാറ്റൂർ മല പോലെയല്ല, ഈസിയാണ് എന്ന്. പക്ഷേ സോറി, അങ്ങനെയല്ല. മലയാറ്റൂർ മലയേക്കാളും കുറച്ചും കൂടി ഹെവിയാണ് കനകമല എന്ന് എനിക്ക് തോന്നിയതല്ല, അതാണ് സത്യം. കുറച്ചും കൂടിയും കുത്തനെയുള്ള ഒരു മലയാണ് നമ്മൾ കയറുന്നത്. നമുക്ക് മലയാറ്റൂർ മലയാകുമ്പോൾ അങ്ങനെയല്ല, കുറച്ചും കൂടി ഈസിയാണ്. പിന്നെ പലതവണ പോയിട്ടുള്ളത് കൊണ്ടായിരിക്കാം ഇത് കുറച്ചു അധികം ടഫായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ ഏറ്റവും താഴത്തേക്ക് ഇറങ്ങി എത്തിയിട്ടുണ്ട്. ധാരാളം ആളുകൾ ഈ സമയത്ത് മല കയറുന്നുണ്ട്. എത്തി
താഴേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴേക്കും അടുത്ത മഴ തുടങ്ങി. നമ്മൾ 2 വീലറിലായതുകൊണ്ട് മഴ നനഞ്ഞു പോകാൻ പറ്റില്ലല്ലോ. മഴ ഒരു അനുഗ്രഹമായി എന്ന് എനിക്ക് തോന്നി. കാരണം നമുക്ക് കുറച്ച് സമയം റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം യാത്ര തുടർന്നാൽ മതിയല്ലോ. മൊത്തം 4 മണിക്കൂറാണ് ഞങ്ങൾക്ക് ഈ മല കയറി ഇറങ്ങി വരാനായിട്ട് എടുത്ത സമയം. അത് മോളും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന് വേണമെങ്കിൽ കണക്കാക്കാം. കുറച്ചും കൂടി സ്പീഡിലൊക്കെ കയറാനായിട്ട് പറ്റും. നമ്മൾ പോകുന്ന സമയത്ത് നമ്മുടെ വണ്ടിയും മറ്റൊരു കാറും മാത്രമാണ് ഈ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നത്. ഇപ്പം നോക്കിക്കേ, ഗ്രൗണ്ട് ഓൾമോസ്റ്റ് നിറഞ്ഞു അല്ലേ. ഈ വാഹനങ്ങളിലൊക്കെ എത്ര അധികം ആളുകൾ ഇപ്പം ഈ പള്ളിയുടെ മുറ്റത്തേക്ക് എത്തിയിട്ടുണ്ടാവും. അവരൊക്കെ ഇപ്പം മല കയറിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഏറെ കാലത്തെ ഒരാഗ്രഹം സാധിച്ചതിൻ്റെ സന്തോഷത്തോടു കൂടി, അതിനേക്കാൾ ഉപരി നല്ല രീതിയിൽ ആ തീർത്ഥാടനം അവസാനിപ്പിക്കാൻ പറ്റിയ സന്തോഷത്തോടു കൂടിയിട്ട് തിരികെ വീട്ടിലേക്ക്. ബൈ.